ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മാഡ് മൈൻഡ്സ്. ഇന്ന് നമ്മൾ ലവ് ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിഘ്നേഷ് ശിവനാണ്. ഈ മൂവിയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രദീപ് രംഗനാഥൻ, എസ് സൂര്യ, കൃതി ഷെട്ടി. ഈ മൂവി ഒരു ലൈക്ക് എന്ന് പറഞ്ഞ ആപ്പിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ആ ആപ്പ് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് പാർട്ട്ണറിനെ കണ്ടെത്തുന്നതാണ് പറയുന്നത്. അതെങ്ങനെ പറ്റും? ഒരു ലവ് എന്ന് പറയുന്നത് ഒരു ഇന്നർ ഫീലിംഗ് ആണ്. അത് ഒരു ആപ്പിനെ കൊണ്ട് അളക്കാൻ പറ്റുമോ? ആ ക്വസ്റ്റ്യനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ മൂവിയുടെ കോൺസെപ്റ്റ്. സോ നമ്മുടെ റിവ്യൂസിൽ എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് തുടങ്ങുക. അപ്പോൾ നമുക്ക് പോസിറ്റീവ് ആയിട്ടാണ് തുടങ്ങാം. ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ലൈഫ് കാണിച്ചിരിക്കുന്ന രീതി ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിട്ടുണ്ട്. 2040 നടക്കുന്ന കഥയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. സോ ഇപ്പം തന്നെ നമുക്ക് ഒരു ആപ്പ് ഇല്ലാതെ, ഫോണില്ലാതെ, ഇല്ലെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് എ ഇല്ലാതൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2040 അവസ്ഥ എന്തായിരിക്കും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ. സോ പിന്നെ വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ സൈബർ ക്രൈം ചെയ്യുന്ന കുറ്റവാളികളെ അയക്കുന്ന ഒരു സ്ഥലമുണ്ട് ഇതിൽ. അതായത് ഒരു ഫോണുമായിട്ട് ഡിറ്റാച്ച് ചെയ്ത സ്ഥലം. ഫോണില്ല, നിങ്ങൾ നേച്ചറായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, പീപ്പിൾസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, കോൺവെർസേഷൻസ് ഉണ്ടാവണം. അങ്ങനത്തെ ഒരു സ്ഥലത്തെ കൊണ്ടിടുക. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ വന്നിരിക്കുന്ന ആക്ടർ സീമൻ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ആ ഒരു നേച്ചറായിട്ടുള്ളതും ഫോൺ യൂസ് ചെയ്യേണ്ടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് പറ്റിയൊരു ആക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ഡിജിറ്റൽ ലൈഫ് കാരണം എത്രത്തോളം നമ്മുടെ ഇൻട്രാക്ഷൻസ് കുറഞ്ഞു എന്നുള്ളത് ഭയങ്കരമായിട്ട് കാണിക്കും. നമ്മൾ തന്നെ വീഡിയോ കോൾ ഉണ്ടല്ലോ, പിന്നെ ഇതിന് നമ്മൾ പോയി കണ്ട് സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ ഒരു റൂം മാത്രം മതിയാവും നമുക്ക് ജസ്റ്റ് ചില്ല് ചെയ്യാനും നമ്മുടെ ടൈം പാസ് ചെയ്യാനും. സ്ക്രോൾ ചെയ്ത് ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ആ ഒരു വിയേർഡായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലേക്ക് നമ്മൾ പോകുകയാണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് അവർ കൺവേ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് സൂര്യയാണ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. എസ് സൂര്യയും പ്രദീപ് രംഗനാഥനും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, എസ്പെഷ്യലി സ്ലാപ് സ്റ്റിക് സൈഡ് ഓഫ് ഹ്യൂമർ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഭയങ്കരമായിട്ട് ചിരിച്ചു. ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് അനിരുദ്ധ് രവിചന്ദ്രനാണ്. മ്യൂസിക് വേറെ ലെവലായിരുന്നു. ചില സീൻസിലൊന്നും നമുക്ക് ഇമോഷൻസ് കൺവേ ആയിട്ടില്ല. പക്ഷെ എന്നാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് കൊണ്ട് മാത്രം ചില സീൻസ് നമ്മൾ ഹുക്ഡപ്പ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് കം ടു ദ നെഗറ്റീവ്സ്. സോ ഇതിൻ്റെ ബിഗ്ഗസ്റ്റ് ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇമോഷൻസ് കൺവേ ആയിട്ടില്ല. എസ്പെഷ്യലി ഫാദർ സൺ ബോണ്ടിങ് ഉണ്ട് ഇതിൽ. അത് കൺവേ ആയില്ല എനിക്ക്. ആ ഇമോഷൻസ് ഒന്നും എനിക്ക് കൺവേ ആയില്ല. ഡ്രാഗൺ സിനിമയിൽ പ്രദീപ് രംഗനാഥനും ഫാദറും തമ്മിലുള്ള ഇമോഷൻസ് ഭയങ്കരമായിട്ട് കൺവേ ചെയ്യും, ഭയങ്കരമായിട്ട് കണക്ട് ആവും നമുക്ക്. പക്ഷേ ഇതിലുള്ള കോൺസെപ്റ്റ് ഭയങ്കരമായിട്ട് കണക്ട് ആവാത്ത പോലെ തോന്നി. അതിൻ്റെ പെർഫോമൻസ് കുറച്ച് വീക്കായ പോലെ തോന്നി എനിക്ക്. പിന്നെ അത് മാത്രമല്ല, ഈ ലവ് സ്റ്റോറീസ് ആണെങ്കിലും എസ്പെഷ്യലി പ്രദീപ് രംഗനാഥനും കൃതി ഷെട്ടിയും തമ്മിലുള്ള കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആവാത്ത പോലെ തോന്നി. പ്രത്യേകിച്ച് കൃതി ഷെട്ടീൻ്റെ വോയിസ്, അതോ ഡബ്ഡാണോ എന്താണെന്നറിയില്ല, വോയിസ് ഭയങ്കരമായിട്ട് ഓടായ പോലെ തോന്നി. ആ ഒരു കോൺവെർസേഷൻസ് ഒന്നും നമുക്കൊന്നും ഒരു ഹുക്ഡപ്പായിട്ട് നമുക്ക് ഇരിക്കുന്നില്ല, നമ്മൾ ഇരുന്നത് കാണാൻ പറ്റുന്നില്ല. യൂഷ്വലി പ്രദീപ് രംഗനാഥൻ്റെ മൂവീസിൽ ഹീറോയിൻ കോംബോ ഭയങ്കര സ്റ്റാർ ഹിറ്റാണ്. പക്ഷേ ഇത് കുറച്ച് ഫെയിലിയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ വേറെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് കോമഡി സീൻസ് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. അതായത് പ്രത്യേകിച്ച് ഹീറോയും ഫ്രണ്ട്സും തമ്മിലുള്ള കോമഡി സീൻസ് അത് കുറച്ച് ഫോഴ്സ്ഡ് ആയിട്ട് തോന്നി. ഒരു അൺവാണ്ടഡ് സീനായിട്ട് തോന്നി. ചില സ്ഥലങ്ങളിൽ എനിക്ക് ഭയങ്കരമായിട്ട് ലാഗ് അടിച്ചു. പെട്ടെന്ന് റിയൽ സ്റ്റോറിയിലേക്ക് പോയിക്കൂടി, എന്തിനാണ് ഈ അൺവാണ്ടഡ് സീൻ ഉണ്ടായിരുന്നതെന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. സോ ഗ്രാഫിക്സ് എനിക്ക് കുറച്ച് ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതായത് ഇപ്പോൾ ഓവർ ദ ടോപ്പ് സീൻസ് ഒന്നും ഇല്ല. ഒരു റോബോട്ടിക് ഫൈറ്റ് സീൻ ഉണ്ട് ക്ലൈമാക്സിൽ. അത് കുറച്ച് ആവറേജ് ആയിട്ട് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ചില സീൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും നന്നായി ചെയ്തിട്ടുണ്ട്. ചില സീൻസ് കാണുമ്പോൾ അയ്യേ പോരാന്ന് തോന്നും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ തമിഴ് ഇൻഡസ്ട്രിക്കുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. ഉണ്ട്, എല്ലാം ടൂൾസും ഉണ്ട്, അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്യായിരുന്നു. കുറച്ച് വീക്കായിട്ടാണ് എനിക്ക് ഗ്രാഫിക് ടീം വർക്ക് ചെയ്ത പോലെ തോന്നിയത്. സോ ഓവറോൾ ലവ് ഇൻഷുറൻസ് കമ്പനി ഒരു വൺ ടൈം വാച്ച് മൂവിയാണ്. നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യണോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മൂവി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി ചൂസ് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെയാണ് ഈ മൂവിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ഈ മൂവി കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരെ സീ യു സൂൺ.